Good evening, everyone. So this is Insight Health reading room. We are reading the book What Your Doctor Doesn't Know About Nutritional Medicine May Be Killing You, written by Dr. Ray D Strand, MD from California. This is chapter 15 and page number 167. So yesterday we were reading about the serious disease like fibromyalgia, and along with what are all the symptoms of fibromyalgia, how the chronic fatigue and the person within few years is bedridden without able to do anything and escape from the disease lifelong with the standard medications and treatment. But Dr. Ray, with the help of antioxidant supplementation and with a very good diet and lifestyle practices with the exercise regime, how the patient recovered within few weeks, not more than 3 months. So now here we are reading today the root cause of fibromyalgia. Chronic fatigue and fibromyalgia are both devastating and disabling diseases that the medical community believes to be different expressions of the same disease. Chronic fatigue patients have severe fatigue but more sore throats, swollen glands, and fever. Fibromyalgia patients suffer from severe fatigue and total body pain. As I have said, I believe they share a common cause, oxidative stress. So, oxidative stress എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള കാരണം, ദ റൂട്ട് കോസ്, ശരിയായിട്ടുള്ള കാരണം. സോ തുടർച്ചയായിട്ടുള്ള വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലുള്ള ക്ഷീണം ആണ് വ്യക്തികൾക്ക് ഉണ്ടാകുന്നത്. തൊണ്ടവേദന ഉണ്ടാകുന്നു, അവിടെ ഇവിടെയൊക്കെ വീക്കം വരുന്നു, പനി ഉണ്ടാകുന്നു, വളരെയധികം ക്ഷീണം, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയും ശരീരവേദന കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സിംറ്റംസ്. No specific treatment exists for either of these diseases. As a result, fibromyalgia used to be called psychosomatic rheumatism. So സാധാരണ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ, പാരാമീറ്റേഴ്സിലൊന്നും വലിയ ടെസ്റ്റുകളിലൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഇതിനെ പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന വാദസംബന്ധമായിട്ടുള്ള രോഗം എന്നുള്ള ഒരു പേരാണ്, സൈക്കോസൊമാറ്റിക് റുമാറ്റിസം. സോ ഈ പറയുന്ന സിംറ്റംസിനൊന്നും തന്നെ ശരിയായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പെയിൻ കില്ലേഴ്സോ അങ്ങനെയുള്ള ഇൻഫ്ലമേഷന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ ഉള്ളൂ. ഇൻഫാക്റ്റ് മെനി ഫിസിഷ്യൻസ് സ്റ്റിൽ ബിലീവ് ദിസ് ഡിസീസ് ഇസ് ജസ്റ്റ് ഇൻ ദ പേഷ്യൻസ് ഹെഡ്. പല ഡോക്ടർമാരും വിദഗ്ധരും വിചാരിക്കുന്നത് ഇത് ഈ വ്യക്തിയുടെ മനസ്സിൽ മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമാണ്, മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗമായിട്ടാണ് ഫിസിഷ്യൻസിനെ കരുതുന്നത്. നോ ഡൗട്ട് ദീസ് ആർ ഫ്രസ്ട്രേറ്റിംഗ് ഇൽനസ് ഫോർ ബോത്ത് ദ ഫിസിഷ്യൻ ആൻഡ് ദ പേഷ്യൻറ്റ്. Unfortunately, traditional medicine offers only symptomatic medications, non-steroidal anti-inflammatories, muscle relaxants, antidepressants, and sleeping medication. Physicians also refer the patient to a support group and tell them they just need to learn to live with it. So, ഡോക്ടേഴ്സ് പറയും, അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ഇതൊരു സൊല്യൂഷൻ ഇല്ലാത്ത, പ്രശ്നപരിഹാരമില്ലാത്ത ഒരു അസുഖമായിട്ട്, ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട്, ഇത് മാറുകയുമില്ല, എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് വേദന, പനി, അതിനുള്ള മെഡിസിൻ, അപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ളത്, പെയിൻ കുറയ്ക്കാനുള്ളത്, സ്റ്റീറോയിഡ്സ്, അങ്ങനെയുള്ള മെഡിസിനുമായിട്ട് ഇങ്ങനെ രോഗിയും ഡോക്ടറും പോയിക്കൊണ്ടേയിരിക്കും. നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററീസും മസിൽ റിലാക്സൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നീട് സ്ലീപ്പിംഗ്, ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് വേറെ ഉണ്ടാവും. വയറിന് പ്രശ്നങ്ങളുണ്ടാകും, ലങ്സിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഓരോന്നോരോന്നോരായിട്ട് മരുന്നുകൾ വന്നുകൊണ്ടിരിക്കും, ആസ്മ, ബ്രീതിങ് സഫോക്കേഷൻ എല്ലാമായിട്ട്. Physicians also refer the patient to a support group and tell them they just need to learn to live with it.
വേറെ ഇതിനോടനുബന്ധിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിൻ്റെ അടുത്തേക്കും കൂടെ ഈ ഡോക്ടേഴ്സ് വിടും. എന്നിട്ട് പറയും, നമ്മൾ ഈ രോഗവുമായിട്ട് നന്നായിട്ട് രോഗവുമായിട്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് കാര്യമെന്നാണ് അവർ പറയുക. Let us look at these illness in more detail and see what better treatments are available. വേറെ എന്ത് നല്ല ചികിത്സയാണ് ഈ രോഗത്തിനുള്ളതെന്ന് നമുക്ക് നോക്കാം. Fibromyalgia, the chronic fatigue. Nearly 8 million patients in the US alone may be suffering from fibromyalgia, and 8 out of 9 are women. You may wonder, does personality play a role in who might be prone to the disease? Perhaps statistics seem to indicate these women are perfectionists who are especially sensitive. So, US-ലെ കണക്ക് 2002 കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരുപാട് 8 മില്യൺ ആയിട്ടുള്ള പേഷ്യൻസ് എങ്കിലും ഈ ഒരു രോഗവുമായിട്ടുണ്ടാകും. അതിൽ 9 പേരിൽ 8 പേരും സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് മാത്രമായിട്ട് കാണുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, ഡാറ്റ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണ്. മാത്രമല്ല അവർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ്. ദീസ് പേഷ്യൻസ് ആർ മോസ്റ്റ് ഓഫൺ ലിവിങ് ഇൻ ടോട്ടൽ പെയിൻ, ആർ എക്സ്ട്രീംലി ഫാറ്റിഗ്ഡ് ആൻഡ് സഫർ ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ്. അവർക്ക് മൊത്തം വേദനയായിരിക്കും, ഒരുപാട് ക്ഷീണിതരായിരിക്കും, ഉറക്കം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ മാറിയിട്ടുണ്ടാകും. ദേ വേക്ക് അപ്പ് സ്റ്റിഫ്, experience mental confusion, and many have irritable bowel and TMJ syndrome, which is when an individual develops a very painful jaw along with headaches. So, കാലക്രമേണ ഈവൺ താടി എല്ലിന് പോലും വേദന ഉണ്ടാകുന്ന പോലെ ഹെഡേക്സ്, തലവേദന ഉണ്ടാകുന്നു. വയറിന് എപ്പോഴും അപ്സെറ്റ് ആയിട്ടുള്ള ലൂസ് മോഷൻ പോലെയുള്ള അങ്ങനത്തെ അവസ്ഥകളുണ്ടാകുന്നു. മെൻ്റലി അവർ മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ശരീരമെല്ലാം ഓരോ സമയവും ഇരുന്ന് എണീക്കുക, അങ്ങനെ കുറച്ച് സമയം വിശ്രമിക്കുക ചെയ്യുമ്പോൾ സ്റ്റിഫ്നെസ് ആയിട്ടുണ്ടാവും, ബലം വന്നിട്ടുള്ള പോലെ മസിൽ ടൈറ്റ്നസ് വന്നിട്ടുണ്ടാവും. മോസ്റ്റ് ഫൈബ്രോമയാൽജിയ പേഷ്യൻസ് കം ഇൻ ടു മൈ ഓഫീസ് ടോട്ടിങ് എ സ്റ്റാക്ക് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഫ്രം സെവറൽ ഡിഫറെൻറ്റ് ഡോക്ടേഴ്സ് because a diagnosis of fibromyalgia usually takes an average of 7 to 8 years to get. ഇങ്ങനെയുള്ള രോഗികൾ എൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു കെട്ട് റെക്കോർഡുകളുമായിട്ടാണ്, റിപ്പോർട്ട്സുമായിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. പലതരത്തിലുള്ള ഡയഗ്നോസിസുകളും ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുള്ള അതിനെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വരുമ്പോഴേക്കും ഏകദേശം 7-8 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും റെക്കോർഡ്സും കൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. ടോക്ക് അബൌട്ട് ഫ്രസ്ട്രേഷൻ. ഈ രീതികളിലുള്ള ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണവും വേദനയും ഉറക്കമില്ലായ്മയുടെ ഒപ്പം തന്നെ അവർ ഈ തരത്തിലുള്ള ചികിത്സകൾ നടന്നിട്ട് ഒന്നും മെച്ചപ്പെടാത്തത് കൊണ്ടുള്ള അവർക്കുള്ള നിരാശയും ഫ്രസ്ട്രേഷനും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. They have been tested from top to bottom with absolutely no abnormal findings. The only way to truly discern whether a patient has fibromyalgia is to do specific tender point testing of 18 predetermined areas. If 11 or more of these areas are significantly tender when only mild pressure is applied, the patient is diagnosed with fibromyalgia. സോ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടാണ് ഡോക്ടർ ഇതിൽ പറയുന്നത്. ഈ രോഗിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തല മുതൽ താഴെ വരെ എല്ലാ ഭാഗങ്ങളും അരിച്ചു പെറുക്കി ടെസ്റ്റൊക്കെ ചെയ്ത് വേദനയൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11 പോയിൻറ്റ്സ്, ടെൻഡർ പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന ഉണ്ടാകാനുള്ള ഓരോരോ പോയിന്റുകൾ അങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന ഏരിയ എന്നുണ്ട്. 11 പോയിൻറ്റ്സിൽ ഏകദേശം ചെറിയൊരു പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ടെൻഡർനെസ് അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്നത്, ഇൻഫ്ലമേഷൻ ഉള്ളതെന്ന് പറയുന്നതിൽ സ്പെസിഫിക് ടെൻഡർ പോയിന്റ് ടെസ്റ്റിംഗ് ഓഫ് 18 പ്രീ ഡിറ്റർമിൻഡ് ഏരിയാസ്, 11 ഓഫ് മോർ ഓഫ് ദീസ്, 18 എണ്ണത്തിൽ 11 എണ്ണം പോസിറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ, 18 പോയിന്റുകളിൽ 11 എണ്ണം പെയിൻഫുള്ളാണ്, ടെൻഡർനെസ് ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ വ്യക്തിയെ ഫൈബ്രോമയാൽജിയ ഉള്ള ഡയഗ്നോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. A majority develop fibromyalgia following a serious illness, a major injury, especially of the neck, or a sustainably stressful time in their lives. കൂടുതലും എന്തെങ്കിലും പ്രത്യേക ഒരു അസുഖം വന്നിട്ട് പെട്ടെന്നായിരിക്കും ഈ പറയുന്ന രീതിയിൽ ശരീരം മാറിയിട്ടുണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ കഴുത്തിന് വരുന്ന എന്തെങ്കിലും അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മുറിവ്, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ സ്ട്രെസ്സായിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളതിൻ്റെ പുറകെ ആയിരിക്കും ഈ ഫൈബ്രോമയാൽജിയ എന്നുള്ള രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്.
As you have learned, all of these situations greatly increase the amount of free radicals our bodies produce. Once the disease starts, there seems to be no letting up. One may have an occasional good day but have little or no reserve. And after doing too much in any given day, including exercising, one may become too stressed or ill, and severe fatigue will set in for the next 2 to 3 weeks. സോ ഇങ്ങനെയുള്ള വ്യക്തികളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് കഴിഞ്ഞിട്ടാണ് ഈ അസുഖം ഡയഗ്നോസ്ഡ് ചെയ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ഇവർ ഒരു ദിവസം എക്സസൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സസൈസ് കഴിയുമ്പോഴേക്കും അവർക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കുറേ ദിവസങ്ങൾ തുടരുകയും പിന്നെ ഒരു തവണ അവർ കുറച്ചൊന്ന് ശരിയായിട്ട് വരാനായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് വരുമ്പോഴേക്കും 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രത്തോളം സിവിയർ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ദിനത്തിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. നെക്സ്റ്റ് ടൈറ്റിൽ ഈസ് ട്രീറ്റ്മെൻറ്റ് capturing the disease. Once I have made the diagnosis of fibromyalgia or chronic fatigue syndrome, I focus on bringing oxidative stress back under control. I can accomplish this best, of course, through cellular nutrition, which I detail in chapter 17. I also strongly encourage a healthy diet as well as a low impact exercise program. I always caution against exercising 2 days in a row and recommend combinating a mild aerobic exercise program with a lightweight resistance program. സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ് ക്രോണിക് ആയിട്ടുള്ള ഫാറ്റിക് ക്ഷീണം വന്നിട്ടുള്ള അവസ്ഥയിൽ വരുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എത്രത്തോളം ഉണ്ട് അതിനെ കൺട്രോളിൽ കൊണ്ടുവരാനാണ്, അതിനെ മാനേജ് ചെയ്യാനാണ് ആദ്യം തന്നെ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് സെല്ലുലാർ ന്യൂട്രീഷനാണ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. സെൽസിന് എന്തൊക്കെ പോഷകങ്ങൾ ആവശ്യമുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഓപ്റ്റിമൽ ലെവൽ ഓഫ് ന്യൂട്രിയൻസ് കൊടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കുക. സോ അത് ചാപ്റ്റർ 17 ഇനി പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാമും കൊടുക്കും. അതിൽ മൈൽഡ് എയറോബിക് എക്സസൈസും ഉണ്ടായിരിക്കും, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എക്സസൈസുകളും റെസിസ്റ്റൻസ് പ്രോഗ്രാമും കൊടുക്കാറുണ്ട്. സോ ആദ്യത്തെ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ലൈറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞു. റിമെമ്പർ, ദിസ് ഈസ് എ ക്രോണിക് ലൈഫ് ലോങ് ഡിസീസ്, സോ റീബിൽഡിംഗ് വൺസ് ഹെൽത്ത് ടേക്സ് ടൈം. It is always exciting when a person responds quickly and dramatically, but this is not the typical scenario. I always encourage my patients to commit at least 6 months to improve their condition. They may not necessarily be where they want to be in that time, but they know that they are on the right track. സോ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ജീവിതകാലം മുഴുവൻ തുടർന്നുകൊണ്ട് പോകുന്ന അസുഖമായതുകൊണ്ട് തന്നെ ഒരാളുടെ രോഗത്തിൽ നിന്ന് റിവേഴ്സൽ വന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് കൂടുതൽ സമയം എടുക്കുമായിരിക്കും, പക്ഷേ ആൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രോഗികളോട് പറയാറുണ്ട്, ഇത് ഒരു 6 മാസമെങ്കിലും എടുക്കും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട്. ബട്ട് എന്താണ്, ഇത് ഇപ്പോഴത്തെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമല്ല, ലൈഫ് ലോങ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരെ ശരിയായ പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് അവർക്ക് കൊടുക്കും. വൺസ് മൈ പേഷ്യൻസ് ബിഗിൻ ടു സീ ഇംപ്രൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് ലൈക്ക് ദ ലൈറ്റ്സ് ഹാവ് ജസ്റ്റ് ബീൻ ടേൺ ഓൺ. Typically skeptical at first, they become excited when there is no doubt that their health is improving. I call this capturing the disease. They are actually bringing oxidative stress back under control. ആദ്യം ഈ പറയുന്ന വ്യക്തികൾക്ക് കുറച്ചൊരു ഈ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമോ എന്നുള്ളതിനൊരു ഡൗട്ട് ഉണ്ടാകാം, അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ എക്സൈറ്റഡ് ആയിരിക്കും, അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ രോഗത്തിനെ ഞങ്ങൾ കീഴടക്കി എന്നുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ രോഗത്തിനെ കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ തന്നെ റിവേഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. The first victory a patient notices is the fact that she is no longer experiencing mental fog. സോ ആദ്യം തന്നെ ഈ ഒരു വ്യക്തി ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം മെൻ്റൽ ഫോഗ്, അതായത് അവർക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ ചിന്താപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു തടസ്സം, ഒരു മഞ്ഞ് പോലെയുള്ള ഒന്നിനും ഒരു വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവർ മാറുന്നതാണ് അവർക്ക് ആദ്യമായിട്ട് മനസ്സിലാകുന്നത്.
It becomes easier to think and concentrate on the task at hand. അപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാനുമുള്ള മാറ്റം അവരുടെ ശരീരത്തിലേക്ക് വരുന്നു. നെക്സ്റ്റ്, സ്ലീപ്പ് പാറ്റേൺസ് ഇംപ്രൂവ്. ഉറക്കം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഷീ ക്യാൻ ആക്ച്വലി ഗെറ്റ് എ മോർ റെസ്റ്റ്ഫുൾ സ്ലീപ്പ് ആൻഡ് സീ എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ എനർജി. നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുന്നു. രണ്ടാമത്, നല്ല ഊർജ്ജമുള്ള ദിവസങ്ങളായിട്ട് അവർക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ദിവസം മുഴുവനും കുറച്ചും കൂടെ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും. ദ ലാസ്റ്റ് തിങ് ദാറ്റ് യൂഷ്വലി ഇംപ്രൂവ്സ് ഇസ് ദ പെയിൻ. അവസാനം ഇംപ്രൂവ് ചെയ്യുന്നതാണ് വേദന എന്നുള്ളത്. ദാറ്റ് ഈസ് കറക്റ്റ്. ദ പെയിൻ ഫൈനലി ബിഗിൻസ് ടു സബ്സൈഡ്. വേദന അങ്ങോട്ട് ഇല്ലാതായിക്കൊണ്ട് ദിവസം തോറും വേദന കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ബൈ ഫോളോയിങ് ദിസ് പ്രോട്ടോകോൾ മൈ ഫൈബ്രോമയാൾജിയ പേഷ്യൻസ് ഹാവ് ഹാഡ് ഗുഡ് ടു എക്സലൻറ്റ് റിസൾട്ട്സ് അബൌട്ട് 70 to 75% ഓഫ് ദി ടൈം. സോ ഇങ്ങനെ ഉള്ള രോഗികളിൽ ഡോക്ടർ റേയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 70-75% അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. Several hundred people suffering from fibromyalgia over the past 7 years have improved dramatically. Following my nutritional program, I have detailed specifically on my web page located www.nutritionalmedicine.net. ഈ വെബ്സൈറ്റിൽ ഡോക്ടർ റേ, അതായത് ഫൈബ്രോമയാൾജിയ പേഷ്യൻസിന് വേണ്ടിയിട്ട്, ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, അതായത് 100 കണക്കിന് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം ഏത് തരത്തിലുള്ള പ്രോട്ടോക്കോളാണ് ചെയ്തിട്ടുള്ളത്, അതായത് ഏത് ന്യൂട്രീഷണൽ പ്രോഗ്രാമാണ് ചെയ്തിട്ടുള്ളത്, ഏത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ബിലീവ് ദാറ്റ് വെൻ എ പേഷ്യൻറ്റ് ഫെയിൽസ് ടു റെസ്പോണ്ട് വെൽ, ഇറ്റ് ഈസ് ബിക്കോസ് വി കനോട്ട് ബ്രിങ് ഹെർ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അണ്ടർ കൺട്രോൾ വയ ഓറൽ സപ്ലിമെൻറ്റേഷൻ എലോൺ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ നമ്മൾ വായിൽ കൂടി കഴിക്കാൻ കൊടുക്കുന്ന ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് മാത്രം കൊണ്ട് ഇങ്ങനെയുള്ള വളരെ സിവിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് വെൻ ഐ റെക്കമെൻഡ് ദാറ്റ് മൈ പേഷ്യൻസ് ഗോ ടു എ മെഡിക്കൽ സെൻറ്റർ സ്പെഷ്യലൈസിങ് ഇൻ IV ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷൻ. ഇവിടെയാണ് ഇൻട്രാവീനസ്, നമ്മൾ ഡ്രിപ്പിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഡ്രിപ്പിൽ മരുന്നുകളല്ല, ഡ്രിപ്പിൽ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ, അതായത് നല്ല ഡോസിലുള്ള മെഗാ ഡോസസ് ഓഫ് ക്വാളിറ്റി ന്യൂട്രിയൻസ് നേരെ തന്നെ സെൽസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബ്ലഡിൽ കൂടെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഡ്രിപ്പിൽ ഈ ന്യൂട്രിയൻസ് ഇട്ടിട്ട് നേരെ കൊടുക്കുന്നത് കൊണ്ട് വയറിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നേരെ സെൽസിലേക്ക് എത്തും ബ്ലഡിൽ കൂടെ. സോ അങ്ങനെയുള്ളൊരു സെൻറ്ററിൽ IV ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമുള്ള സെൻറ്ററിൽ പോയിട്ടാണ് അത് ചെയ്യുന്നത്. സോ IV തെറാപ്പി ഈസ് നെസസറി ഫോർ ദം ടു ക്യാപ്ചർ ദെയർ ഡിസീസ് ആൻഡ് ഫൈനലി ബിഗിൻ ടു ഇംപ്രൂവ്. സോ അങ്ങനെയുള്ള IV തെറാപ്പിയാണ് അവരെ ഇംപ്രൂവ് ചെയ്യിക്കുന്നത്. ഓറൽ തെറാപ്പി ദെൻ ഹെൽപ്സ് മാനേജ് ദെയർ കണ്ടീഷൻ. പിന്നീട് ഓറൽ തെറാപ്പി തന്നെ, ഓറലി കഴിക്കുന്ന ന്യൂട്രിയൻസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റിൽ അത് പറ്റും. നൗ കീപ്പ് ഇൻ മൈൻഡ്, ദീസ് പീപ്പിൾ സ്റ്റിൽ ഹാവ് ഫൈബ്രോമയാൾജിയ ഓർ ക്രോണിക് ഫാറ്റിക്. I am not presenting a cure. Instead, I am empowering patients to control their disease rather than having the illness control them. Over the years, I have watched as so many gradually got better, increasing their reserve. It does take time, but their hope and determination are well rewarded. So Dr. Ray പറയുകയാണ്, ഞാൻ ഒരിക്കലും ഈ ഫൈബ്രോമയാൾജിയ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഭേദപ്പെടും, സുഖമാകും എന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ അവരുടെ ക്വാളിറ്റി ലൈഫ്, അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും അവർക്ക് വേദനയില്ലാതെ കംഫർട്ടബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ വരികയുമാണ് മുന്നോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. സോ ഇതിന് വർഷങ്ങൾ എടുത്തേക്കാം, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് ഒരിക്കലും തന്നെ ഇതിന് തിരിച്ച് രോഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഗ്രാജുവലി ദേ ഗോട്ട് ബെറ്റർ. പിന്നെ അവരുടെ ശരീരത്തിൽ എത്രത്തോളം പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻസും ആവശ്യമുണ്ടോ അത് റിസർവ് ചെയ്ത് വെക്കുക. അതിന് സമയമെടുക്കും, പക്ഷേ തീരുമാനവും നമുക്ക് ഒരു ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ട്. അതിന് നമുക്ക് പ്രതിഫലം ഉണ്ടാവുകയും ചെയ്യും. Now there is a real story by Dr. Ray, Mariano's story. So in the first chapter already Dr. Ray detailed about his own wife. ഇപ്പോൾ വേറൊരു സ്റ്റോറിയാണ് പറയുന്നത്. Mariano introduced himself to me in Philadelphia where I had been speaking. He had driven 200 miles hoping for a chance to talk to me. He shared his story with me that day and it touched my heart. സോ ഇവിടെ മരിയാനോ എന്ന് പറയുന്ന ഒരു വ്യക്തി
ഡോക്ടർ റേ ഫിലാഡൽഫിയയിൽ ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ വന്നിട്ട് ആണ് സംസാരിക്കുന്നത്. ഒരുപാട് 200 മൈലോളം യാത്ര ചെയ്തിട്ടാണ് ഇദ്ദേഹം ഡോക്ടർ റേ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്റ്റോറി, ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഡോക്ടർ റേയുടെ ഹൃദയത്തിൽ തന്നെ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു. Mariano had suffered with such severe fibromyalgia that he consumed more than 300 Advil tablets a month to control the pain. ഒരു മാസം തന്നെ ഏകദേശം 300ഓളം പെയിൻ കില്ലറിന് വേണ്ടിയിട്ടുള്ള ആഡ്വിൽ ടാബ്ലറ്റ്സ് മരിയാനോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. He had to leave his office where he had a psychiatric practice by 3:30 each day and was in bed by or before 7 p.m. because of overwhelming fatigue. ക്ഷീണം കൊണ്ട് അദ്ദേഹത്തിന് സൈക്യാട്രിക് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടും എന്നും 3:30-ക്കാണ് അതുള്ളത്. അതിനുശേഷം വേദന കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുമായിട്ട് ക്ഷീണം കൊണ്ടും 7 മണിക്ക് രാത്രി 7 മണിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ 7 മണിയോട് മുമ്പ് തന്നെ അദ്ദേഹം ബെഡിൽ കിടക്കേണ്ട അവസ്ഥയായിരുന്നു. ഇറ്റ് വാസ് അറ്റ് ദിസ് പോയിന്റ് ഹി സ്റ്റാർട്ടഡ് ദ ന്യൂട്രീഷണൽ പ്രോഗ്രാം ഐ ഹാവ് യൂസ്ഡ് വിത്ത് ഓൾ ഓഫ് മൈ ഫൈബ്രോമയാൽജിയ പേഷ്യൻസ്. Within a few weeks, Mariano began noticing a substantial difference. He became more alert and his fatigue began to lessen. He was able to walk a full day and he was going to bed later and later. He then began to note improvement in his pain. After a month or so, his pain improved so remarkably, he didn't need the Advil at all. See, wonderful actually. ഒരു മാസം കൊണ്ടാണ്, within 1 month he improved. സോ ഈ സമയത്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഡോക്ടർ റേയുടെ അടുത്ത് വരികയും ഡോക്ടർ റേ ഫൈബ്രോമയാൽജിയ പേഷ്യൻസിന് എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൊടുക്കാൻ തുടങ്ങുകയും കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തു. പിന്നീട് രാത്രി പോലും നേരത്തെ ഉറങ്ങേണ്ടാത്ത അവസ്ഥ, ഫുൾ ഡേ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പെയിൻ ഓൾമോസ്റ്റ് റിക്കവറായ മാതിരിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെയിൻ കില്ലർ ആഡ്വിൽ എന്ന് പറയുന്ന ആ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു. മരിയാനോ ഗോട്ട് ഹിസ് ലൈഫ് ബാക്ക്. ഹീ ഈസ് അഗെയിൻ ഏബിൾ ടു മെയിൻറ്റെയിൻ എ ഫുൾ സൈക്കാട്രിക് പ്രാക്ടീസ് ആൻഡ് ഹാസ് ആഡഡ് 4 to 5 hours ബാക്ക് ടു ഈച്ച് ഓഫ് ഹിസ് ഡേയ്സ്. ഒരു ദിവസം 4-5 മണിക്കൂറുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഹാസ് നൗ ബീൻ സെവറൽ ഇയേഴ്സ് സിൻസ് ഐ ഫസ്റ്റ് മെറ്റ് മരിയാനോ ആൻഡ് ഹി കണ്ടിന്യൂസ് ടു ഡു വെൽ സിൻസ് ഹിസ് പ്രാക്ടീസ് ഓഫൻ ഇൻവോൾവ്സ് ട്രീറ്റിംഗ് ദ മെൻ്റൽ പ്രോബ്ലംസ് ഓഫ് പേഷ്യൻസ് ഹു ആർ സഫറിംഗ് ഫ്രം chronic degenerative diseases. He certainly has a thorough understanding of how these diseases can affect a person's life. So it's wonderful actually. മരിയാനോ എന്ന് പറയുന്ന ആ ഒരു പേഷ്യൻ്റ്, ഫൈബ്രോമയാൽജിയ പേഷ്യൻ്റ്, അദ്ദേഹം തന്നെ ഒരു സൈക്യാട്രിക് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന, കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരാളായിരുന്നു. സോ അങ്ങനെ വരുന്ന ഡീജനറേറ്റീവ് ഡിസീസസുമായിട്ട് സഫർ ചെയ്തുകൊണ്ട് വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മരിയാനോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വയം ഒരു പേഷ്യൻ്റായിട്ട് വളരെയധികം സഫർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബെഡിലായി പോയ ആൾ പിന്നീട് ഇതുപോലെയുള്ള ക്രോണിക് ഡീജനറേറ്റീവ് ഡിസീസസിന് കൗൺസിൽ കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മരിയാനോയുടെ ലൈഫിൽ ഉണ്ടായി. The growing shift to alternative healthcare should serve as a wake-up call to the medical community. People are becoming more and more frustrated with the healthcare system and their medical insurance covers. So ഡോക്ടർ റേ സ്വയം പറയുകയാണ്, ജനങ്ങളെല്ലാം ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് മെഡിക്കൽ സിസ്റ്റവുമായിട്ട്, ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റവുമായിട്ട് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി മാറിയിരിക്കുന്നു. നിരാശയാണ് അവർക്കുള്ളത്. സോ ഹെൽത്ത് കെയർ സിസ്റ്റം ഇങ്ങനെയുള്ളത് മാറിയിട്ട് ആ മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഓൾട്ടർനേറ്റീവ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. സോ ദേ ആർ frequently resorting to self-help methods and alternative care for answers, even though they have to foot the bill. Simply put, people are sick and tired of being sick and tired. സോ ആൾക്കാർക്ക് അസുഖങ്ങൾ വരുന്നു, അതുകൊണ്ട് അവർക്ക് ക്ഷീണം ഉണ്ടാകുന്നു. ആ ക്ഷീണത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മെഡിസിൻ കഴിച്ചിട്ട് പിന്നെയും അവർ ക്ഷീണിതരായി മാറുന്നു. In spite of the fact that physicians are prescribing antidepressants at record levels. Alternative care is flourishing in the United States and around the world. സോ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ, മെഡിക്കൽ എക്സ്പേർട്സ് ഒരുപാട് മെഡിസിൻ എഴുതുന്നത് ഡിപ്രഷൻ, ഒരാൾക്കൊരു വ്യക്തിക്ക് പ്രത്യേക അസുഖമൊന്നും ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്കെല്ലാം ഡിപ്രഷനുള്ള രീതിയിലുള്ള, അവരുടെ മൂഡ് സ്വിങ്സ് മാറ്റുന്ന രീതിയിലുള്ള, അതിൽ അവരുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകളാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്.
സോ അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളിൽ നിന്ന് നിരാശയുള്ള ജനങ്ങൾ കൂടുതൽ ഓൾട്ടർനേറ്റീവ് കെയർ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ US-ലും മറ്റുള്ള ലോകമെമ്പാടും തന്നെ ഓൾട്ടർനേറ്റീവ് കെയർ സിസ്റ്റം വളരെ ഫ്ലറിഷിംഗ് ആയിട്ടാണ് കൂടുതൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ റേ പറഞ്ഞിട്ടുള്ളത്. വൈ? Perhaps patients seek alternative care as a result of experiences like the scenario I presented at the beginning of the chapter. But I also believe it has much to do with patients not having the love affair with medication that most physicians believe they do. Patients want options other than taking more medication. സോ ഡോക്ടേഴ്സിന് കൂടുതൽ സ്നേഹം മരുന്നുകളോടാണ്. അതുകൊണ്ട് ഡോക്ടർമാരെ മരുന്നുകൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ രോഗികൾക്ക്, വ്യക്തികൾക്ക്, പേഷ്യൻസിന് കൂടുതൽ മെഡിസിൻ അല്ലാതെയുള്ള കൂടുതൽ ഓപ്ഷൻസിനോട് താല്പര്യമുണ്ട്. അതിലേക്ക് അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. We physicians must realize that we are primarily responsible for the major shift of medical care to alternative healthcare providers. We frustrate our patients into making alternative decisions. After all, the overwhelming majority of patients do see their physicians first. Most physicians now appreciate the benefits of healthy diet and a modest exercise program. But these same physicians do so without fully appreciating or understanding the consequences of oxidative stress. സോ ഭിഷഗ്വരന്മാർ, ചികിത്സിക്കുന്ന ആൾക്കാർ കൂടുതൽ ഓൾട്ടർനേറ്റീവ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരെന്താണ് ചെയ്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല, അത് അഡോപ്റ്റ് ചെയ്യുന്നുമില്ല. കൂടുതൽ രോഗികളും ഫിസിഷ്യൻസിനെയാണ് ആദ്യം തന്നെ കാണുന്നത്. ഹെൽത്തി ഡയറ്റിൻ്റെയും മോഡസ്റ്റ് എക്സസൈസ് പ്രോഗ്രാമിൻ്റെയും കാര്യങ്ങളൊക്കെ ഫിസിഷ്യൻസ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കൂടുതൽ ഫോളോ ചെയ്യാനായിട്ട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുമില്ല, അവയർനെസ് കൊടുക്കുന്നില്ല. If they did, they would strongly encourage their patients to start taking high-quality potent nutritional supplements instead of discouraging them. സോ ഡോക്ടേഴ്സ് ഈവൻ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സും വൈറ്റമിൻസും മിനറൽസും കഴിക്കുന്നതിനെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ അവർക്കത് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ രോഗികളെ അല്ലെങ്കിൽ ഈ വ്യക്തികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്കറേജിങ് ദം, നോട്ട് ഓൺലി വുഡ് ട്രെമൻഡസ് ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കർ ഇൻ ദെയർ പേഷ്യൻസ് സിംറ്റംസ്, ഡോക്ടേഴ്സ് വുഡ് സീ എ സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ പേഷ്യൻസ് സീക്കിംഗ് ഓൾട്ടർനേറ്റീവ് ഹെൽത്ത് കെയർ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വരുന്ന ഡോക്ടർമാരുടെയും വ്യക്തികളുടെയും എണ്ണം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. സോ ഇന്ന് ടുഡേ ഐ സോ വൺ വീഡിയോ ഫ്രം ഡോക്ടർ ബർഗ്സ് ഫേസ്ബുക്ക് video. In that he was given a survey format requesting that World Health Organization is recommending that all the social media platforms should not give anything like any information or knowledge that is not in the mainstream of medical care. So മനസ്സിലാവുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പറയുന്ന അവരെടുത്തുന്ന ഒരു സ്റ്റാൻഡ് ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മെയിൻ സ്ട്രീം മെഡിക്കേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, സ്റ്റാൻഡേർഡ് കെയർ ട്രീറ്റ്മെൻറ്റിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലല്ലാതെ വരുന്ന ഏത് ഇൻഫർമേഷനെയും ബ്ലോക്ക് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ഉള്ളതിനുള്ള സാധ്യത വരുന്നതായിട്ടാണ് ഡോക്ടർ ബെർഗ്. അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമാണ്, അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിലൊരു സർവേ ഒരു ഫോം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒപ്പീനിയൻ ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ ബീയിങ്, വാട്ട് ഈസ് യുവർ ഐഡിയ, വെദർ യു ആർ സപ്പോർട്ടിംഗ് ദ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ആർ എൻകറേജിങ് ടു ഗിവ് മോർ ഹെൽത്ത് കെയർ ടിപ്സ് ഓർ ഹെൽത്ത് കെയറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയയിൽ കൂടെ ജനങ്ങൾക്ക് കിട്ടണമോ, അതോ ഇങ്ങനെയുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള അതും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും കൂടി ചേർന്നിട്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വ്യക്തികൾക്ക് കിട്ടാനാകാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്യപ്പെടണമോ, എന്താണ് നമ്മുടെ അഭിപ്രായമെന്ന്. സോ ഐ ഹാവ് ഷെയർഡ് വൺ സർവേ ലിങ്ക് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ഇൻസൈറ്റ് ഹെൽത്ത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ fulfill that form and submit to their whatever channel or wherever it is going to take the data. So today we finish here about fibromyalgia. Tomorrow we will be reading about what is meant by nutritional medicine, why the physicians bias against nutrition supplements, എന്തുകൊണ്ടാണ് ഫിസിഷ്യൻസ് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സിന് തിരിഞ്ഞു നിൽക്കുന്നത്.
എന്താണ് ന്യൂട്രീഷണൽ മെഡിസിൻ എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ടുമോറോ വി ആർ ഗോയിങ് ടു റീഡ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.